മാന്യ മഹാജനങ്ങളെ, ആഭ്യന്തര അടിയന്തരാവസ്ഥയുടെ 50-ാം വാർഷികം നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു എപ്പിസോഡ് ചെയ്തതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് നമ്മൾ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ചില തമാശകൾ. അപ്പോൾ ഇനി കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു കാര്യം പറയാമെന്നായിരിക്കുകയാണ്. 1975 ജൂൺ 25-ാം തീയതി അർദ്ധരാത്രി പ്രഖ്യാപിച്ചതും 1977 മാർച്ച് 22 വരെ നീണ്ടുനിന്നുമായ മഹത്തായ അടിയന്തരാവസ്ഥയുടെ അവസാന ഭാഗത്താണ് ഇന്ദിരാഗാന്ധി പാർലമെൻറ്റ് പിരിച്ചുവിട്ടതും തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനോടൊപ്പം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തി. അതിന് കേരളത്തിൽ മാത്രം അന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി ഉണ്ടായി. റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തോറ്റു. അമേഠിയിൽ അവരുടെ മകൻ സഞ്ജയ് ഗാന്ധി തോറ്റു. ഉത്തർപ്രദേശിൽ ഒരു സീറ്റും ജയിച്ചില്ല. ബീഹാറിലും മധ്യപ്രദേശിലും പഞ്ചാബിലും ഹരിയാനയിലും എല്ലാം കോൺഗ്രസ് തോറ്റ് തുന്നം പാടി. മഹാരാഷ്ട്രയിൽ പോലും പകുതി സീറ്റിൽ ജനതാ പാർട്ടി ജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കർണാടകത്തിൽ 2 സീറ്റ് ജനതാ പാർട്ടി ജയിച്ചു, ബാക്കി കോൺഗ്രസ് ജയിച്ചു. ആന്ധ്രയിൽ 1 സീറ്റ് മാത്രമേ ജനതയ്ക്ക് കിട്ടിയുള്ളൂ, ബാക്കിയെല്ലാം കോൺഗ്രസ് ജയിച്ചു. തമിഴ്നാട്ടിൽ 1-2 സീറ്റ് കിട്ടി. കന്യാകുമാരിയിൽ പി രാമേന്ദ്രൻ ജയിച്ച് ഞാൻ ഓർക്കും. കേരളത്തിലാണ് കോൺഗ്രസ് പൂർണ്ണമായിട്ടും ജയിച്ചത്. അതായത് 20-ൽ 20 ലോക്സഭാ സീറ്റുകളും അന്നത്തെ കോൺഗ്രസ് മുന്നണി ജയിച്ചു. കോൺഗ്രസ്, CPI, RSP, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് ചേർന്ന് ഒരു മുന്നണി ജയിച്ചു. കേരള നിയമസഭയിലേക്കുള്ള 140 മണ്ഡലങ്ങളിൽ 111 എണ്ണത്തിൽ ഈ അന്നത്തെ ഭരണമുന്നണി, അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി ജയിച്ചു. അത്ര വലിയൊരു വിജയം കോൺഗ്രസ്സിന് കേരളത്തിൽ അല്ലാതെ ഒരു സ്ഥലത്ത് കിട്ടിയില്ല. അപ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്ന് മുതൽക്ക് ഇന്ന് വരെ പല പണ്ഡിതന്മാരും ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ച് പല പല അനുമാനങ്ങളിലും എത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്താണ് ദാമോദർ പ്രസാദ്. നിങ്ങൾ ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടതാണ്. പുള്ളി ഈ വിഷയത്തെക്കുറിച്ച് ഗഹനമായി ആലോചിച്ച് ഒരു വലിയ സാഹിത്യം എഴുതി പ്രസിദ്ധീകരിച്ച് ഞാൻ വായിച്ചു. അദ്ദേഹം അതിൽ പല കാര്യങ്ങളും പുള്ളി പറഞ്ഞത് ശരിയാണെങ്കിലും അതിനകത്ത് പുള്ളി പറയാതെ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ട് കേരളത്തിൽ ഭരണമുന്നണിക്ക് ഇത്ര വലിയ വിജയം ഉണ്ടായി എന്ന് ചോദിച്ചാൽ, കേരളീയരെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമായിട്ടാണ് അവർക്ക് തോന്നിയത്. കാരണം 1969 നവംബർ 1-ാം തീയതി മുതൽക്ക് 75 ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നവരെ കേരളത്തിൽ വലിയ അരക്ഷിതാവസ്ഥ. ദിവസേന കത്തിക്കുത്ത്, ആസിഡ് ബൾബ് ആക്രമണം, പോലീസ് വെടിവെപ്പില്ലാത്ത ദിവസം ലാത്തി ചാർജ്, കോളേജിൽ കയറി കുട്ടികളെ പോലീസ് തല്ലുന്നു, KSRTC ബസ്സിന് നേരെ കല്ലെറിയുന്നു, അള്ളുവയ്ക്കുന്നു. ഇങ്ങനെ മനുഷ്യർക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത കാലമായിരുന്നു. ഈ മാർക്സിസ്റ്റുകാരായിരുന്നു ഈ അക്രമത്തിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ചത്. മാർക്സിസ്റ്റുകാർ അങ്ങോട്ട് ഉപദ്രവിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ തിരിച്ചും ഉപദ്രവിക്കും. പിന്നെ പോലീസുകാർ അവരാൽ കഴിയുന്നതിലുള്ള അതിക്രമങ്ങളൊക്കെ ചേർന്നു. അതിന് പുറമെ നക്സലൈറ്റുകാരുടെ ആക്രമണം. അങ്ങനെ ജനങ്ങൾ പൊറുതി മുട്ടിയിരിക്കുമ്പോഴാണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഈ കത്തിക്കുത്തും കൊലപാതകങ്ങളൊക്കെ ഇല്ലണ്ടായി. ഈ രാജ്യത്ത് മനുഷ്യർക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങാം എന്ന അവസ്ഥ വന്നു. CH മുഹമ്മദ് കോയയുടെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ തലയ്ക്കും തെങ്ങിൻ്റെ കുലയ്ക്കും കുറച്ചൊക്കെ സുരക്ഷിതത്വം അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പോൾ ആളുകൾ നോക്കിയപ്പോൾ ഈ അക്രമമില്ലാത്ത ശാന്തിയും സമാധാനവും കളിയാടുന്ന ഒരു കാര്യമാണ് അടിയന്തരാവസ്ഥ. ഒരു കാലമാണ്, ഒരു കാര്യമാണ്. അങ്ങനെ അടിയന്തരാവസ്ഥയോട് ജനങ്ങൾക്ക് ഉള്ളുകൊണ്ട് ഒരു താല്പര്യമായി. പിന്നെ ഈ രാജനെ ഉരുട്ടിക്കൊന്നു, മനുഷ്യാവകാശ ലംഘനവും പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തൊന്നും വലിയ വിഷയമില്ല, ചർച്ചാ വിഷയമില്ല. അതും ഒരു കാര്യമാണ്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ നന്മകൾ മാത്രമാണ് മലയാളികൾ കണ്ടതും കേട്ടതും അനുഭവിച്ചു. പിന്നെ ഒരു സംഗതി എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ കാലത്ത് വേറൊരു ഗുണം കൂടിയുണ്ട്. ബസ്സുകൾ സമയത്ത് ഓടുന്നു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് ഓഫീസിലെത്തുന്നു, ജോലി സമയം കഴിയുന്നവരെ സീറ്റിലിരിക്കുന്നു. ഇതൊക്കെ വലിയ പുതിയൊരു അനുഭവമായിരുന്നു. അങ്ങനെ ഒരു സൗഭാഗ്യം അതിന് മുമ്പോ അതിന് ശേഷമോ കേരളത്തിലുണ്ടായിട്ടില്ല. അതുകൊണ്ടുകൂടിയാണ് ജനങ്ങളെ അടിയന്തരാവസ്ഥ അംഗീകരിച്ചത്, ഇതിന് കൂട്ടിയത്. അത് ഒരു കാര്യം. രണ്ടാമത്തത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമാണ്. അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷനായിരുന്നു അന്നത്തെ ഭരണമുന്നണി. അതായത് കോൺഗ്രസ്, പിന്നെ CPI, RSP, മുസ്ലിം ലീഗ് രണ്ടായി പിളർന്നിരുന്നു. അതിലെ പ്രധാന വിഭാഗം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, പിന്നെ കേരള കോൺഗ്രസ്സിലെ പ്രബലമായ മാണി ഗ്രൂപ്പ്, അതിനൊക്കെ പുറമെ NDP, ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ രാഷ്ട്രീയമായിട്ടും സാമുദായികമായിട്ടും ഇത് വലിയൊരു ശക്തിയായിട്ട് പറയും. മുസ്ലിം സമുദായം, ക്രിസ്ത്യൻ സമുദായം, നായർ സമുദായം, പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ, RSPക്കാർ, കോൺഗ്രസ് എല്ലാം കൂടി ചേർന്നപ്പോൾ CPMന് ഒറ്റക്കോ അല്ലെങ്കിൽ അവരുടെ ഘടകകക്ഷികളായ ജനതാ പാർട്ടി, അതല്ലെങ്കിൽ അഖിലേന്ത്യാ ലീഗ്, കേരള കോൺഗ്രസ്, പിള്ള ഗ്രൂപ്പ്, ഇതെല്ലാം കൂടി ചേർന്നാലും
ഇവരെ പ്രതിരോധിക്കാൻ പറ്റാത്ത അത്ര ശക്തമായ ഒരു മുന്നണി മറുഭാഗത്തുണ്ടായി. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമുദായികമായ ഒരു ധ്രുവീകരണം, അതായത് ക്രിസ്ത്യൻ മുസ്ലിം ആ സമുദായങ്ങൾ, അതൊപ്പം നായർ സമുദായം, ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അങ്ങനെ ശക്തമായൊരു കമ്മ്യൂണൽ കോമ്പിനേഷൻ ഉണ്ടായി, ഒരു പൊളിറ്റിക്കൽ കോമ്പിനേഷൻ ഉണ്ടായി. അതുകൊണ്ടുകൂടിയാണ് ഇവർക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അതിലുപരിയായിട്ട് വേറൊരു പ്രശ്നം കൂടി ഉണ്ടായി. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ ജനസംഘം ഉൾപ്പെട്ട ആ ജനതാ പാർട്ടി ഉണ്ടായിരുന്നു. ആ ഒറ്റ കാരണത്താൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവർക്കെതിരായി വിധി എഴുതി. ഈ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളിൽ 3 പേർ RSSകാരായിരുന്നു, ജനസംഘക്കാരായിരുന്നു. ഒന്ന് വണ്ടൂരിൽ മത്സരിച്ച ഗോപാലൻ, പിന്നെ സുൽത്താൻ ബത്തേരിയിൽ മത്സരിച്ച വാസു, പിന്നെ സാക്ഷാൽ മാരാർജി ഉദുമയിലാണ് മത്സരിച്ചത്. അപ്പോൾ ഈ RSSുമായിട്ട് ജനസംഘമായിട്ട് കൂട്ടുചേർന്നു എന്നത് CPMന് വലിയൊരു ചീത്തപ്പേരായിട്ട് മാറി. അത് ലീഗുകാരും കേരള കോൺഗ്രസ്സുകാരൊക്കെ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. അതായിരുന്നു പരാജയത്തിൻ്റെ ഒരു കാരണം. ന്യൂനപക്ഷ വോട്ടുകൾ പൂർണ്ണമായിട്ടും, അല്ലെങ്കിൽ മുക്കാലും മുണ്ടാണിയും ഈ ഭരണമുന്നണിയിലേക്ക് പോയി. പിന്നെ മാധ്യമങ്ങളുടെ പിന്തുണ തീർച്ചയായിട്ടും ഭരണമുന്നണിക്കായിരുന്നു. പ്രതിപക്ഷ മുന്നണിക്ക് ആകെ ദേശാഭിമാനി മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് സത്യത്തിൽ ഇവിടെ കോൺഗ്രസ് മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ടാണ് കരുണാകരൻ മുഖ്യമന്ത്രിയായത്. പിന്നെ ഇവരുടെ മുദ്രാവാക്യങ്ങൾ ഒക്കെ രസമായിരുന്നു. പക്ഷേ CPMകാർ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയെ ഭാരതയക്ഷി എന്നുള്ളതിന് കൂടാതെ അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു. ജനത ജയിക്കും, ജനത ഭരിക്കും, ജനാധിപത്യം സംരക്ഷിക്കും എന്ന മുദ്രാവാക്യം ഉണ്ടായിരുന്നു. 57 EMS, 67 EMS, 77 EMS എന്നായിരുന്നു. അതൊന്നും ചിലവായില്ല. നേരെ മറിച്ച് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി ഇന്ത്യ ഭരിക്കും, EMS ഇല്ലം ഭരിക്കും എന്നായിരുന്നു. അവർ EMSന് EM പൂശി ഇല്ലത്തേക്ക് പറപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ഭയങ്കരമായിട്ട് കേരളത്തിൽ അലയടിച്ചു. ആ മുദ്രാവാക്യങ്ങൾ കുറച്ചുകൂടി ജനങ്ങളെ ആകർഷിക്കും, അവരെ പോളിംഗ് ബൂത്തിലേക്ക് അടുപ്പിക്കുകയും ചെയ്യും. പിന്നെ വടക്കേ ഇന്ത്യയിൽ ഇത്ര വലിയൊരു വിപരീത വികാരം കോൺഗ്രസിനെതിരായിട്ട് ഉണ്ടെന്നുള്ള കാര്യം കേരളീയർക്ക് അറിയില്ല. കേരളീയരെ അടിച്ച് വീണ്ടും ഇന്ദിരാഗാന്ധി തന്നെ ജയിക്കും, ഇന്ദിര നാട് ഭരിച്ചാലേ പാവങ്ങൾക്കൊരു ഗതിയുള്ളൂ എന്നാണ്. പാവങ്ങൾക്ക് ഗതി വേറെ ഉണ്ടെന്നും ഇന്ദിര നാട് ഭരിക്കില്ല എന്നുള്ള കാര്യം കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർക്ക് അറിയില്ല. അതുകൊണ്ടുകൂടിയാണ് അവർ കോൺഗ്രസ് മുന്നണിക്ക് കൂട്ടിയത്. അതുകൊണ്ടാണ് കരുണാകരൻ കാര്യം കുറച്ച് ദിവസമൊക്കെ ആണെങ്കിൽ പോലും കേരളത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയായി. അപ്പോൾ ഇത് ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെയാണ് ആളുകൾ വിശകലനം നടത്തുന്നത്. കേരളീയർ ജനാധിപത്യ ബോധമില്ലാത്തവരാണ്, അല്ലെങ്കിൽ പൗരാവകാശ ലംഘനത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ്, അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങൾക്ക് നേരെ കണ്ണടച്ചവരാണ് എന്നൊക്കെ കണ്ണടച്ച് പ്രസംഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് ശരിയല്ല. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അതായിരുന്നു. കേരളീയരെ സംബന്ധിച്ചുള്ള അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് അവർക്ക് അന്ന് തോന്നിയത്. അതുകൊണ്ടാണ് ജനം ആ രീതിയിൽ വോട്ട് ചെയ്തത്. അത്രയേ ഉള്ളൂ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.